കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാലയിലെ 2 എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥികൾ MDMA-യുമായി പിടിയിൽ. അതുൽ, ആൽവിൻ എന്നിവരാണ് പിടിയിലായത്. വിഷ്ണു സുരേഷ് കൊച്ചിയിൽ ചെയ്യുന്നു. വിഷ്ണു, എപ്പോഴായിരുന്നു സംഭവം? ക്യാമ്പസിനകത്ത് വെച്ചാണോ ഇവർ പിടിയിലാകുന്നത്? വിവരങ്ങൾ. കുസാറ്റിലെ 2 വിദ്യാർത്ഥികളെ MDMA-യുമായി പിടിയിലായിരിക്കുന്നു എന്ന വാർത്തയാണ് വരുന്നത്. അതിൽ, ആൽവിൻ എന്നിവരാണ് പിടിയിലായത്. നേരത്തെ നമുക്ക് അറിയുന്നത് പോലെ കളമശ്ശേരി പോളിയിലടക്കം പോലീസ് പെട്ടെന്ന് നടത്തിയ റെയ്ഡിൽ കഞ്ചാവ് അടക്കമുള്ള ലഹരി ഉൽപ്പന്നങ്ങൾ വിദ്യാർത്ഥികളിൽ നിന്ന് പിടിച്ചെടുത്തിരുന്നു. ഇതിന് പിന്നാലെയാണ് കൊച്ചിയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സർവകലാശാലയിൽ, ഒരു കോളേജിൽ, ഒരു ക്യാമ്പസിലെ വിദ്യാർത്ഥികളെ MDMA-യുമായി പിടിയിലായിരിക്കുന്നു എന്ന വാർത്തയുടെ വിവരങ്ങൾ വരുന്നത്. വിഷ്ണുവാണ് വിവരങ്ങൾ നൽകുന്നത്. വിഷ്ണു, എപ്പോഴായിരുന്നു സംഭവം? ക്യാമ്പസിൽ നിന്നാണോ പിടിയിലാകുന്നത്? സുഹേലി, ക്യാമ്പസിൽ നിന്നല്ല, ക്യാമ്പസിന് പുറത്തുള്ള ഒരു സ്വകാര്യ ഹോസ്റ്റലിൽ നിന്നാണ് രണ്ടുപേരെയും കളമശ്ശേരി പോലീസ് പിടികൂടിയത്. അതുൽ, ആൽവിൻ എന്നിങ്ങനെയാണ് ഇവരുടെ പേര്. ഇവരുടെ മുറിയിൽ നടത്തിയ പരിശോധനയിലാണ് 10 ഗ്രാമോളം MDMA പിടിച്ചെടുത്തത്. ബംഗളൂരുവിൽ നിന്ന് എത്തിച്ചു എന്നാണ് പോലീസിന് ലഭിക്കുന്ന വിവരം. കഴിഞ്ഞ കുറച്ച് നാളുകളായി, അതായത് ഈ ഓപ്പറേഷൻ ഡി ഹണ്ട് ഒക്കെ ശക്തമായിരുന്ന പശ്ചാത്തലത്തിൽ കൊച്ചിയിലേക്ക് ഈ MDMA-യുടെ ഒരു വരവ് വലിയ രീതിയിൽ കുറഞ്ഞിരുന്നു. പക്ഷേ ഇപ്പോൾ വീണ്ടും MDMA-യുടെയും കഞ്ചാവിന്റെയും വരവ് വർദ്ധിച്ചിരിക്കുന്ന വിദ്യാർത്ഥികൾക്കിടയിലാണ് ഈ ഉപയോഗം ഏറ്റവും കൂടുതൽ എന്നാണ് മനസ്സിലാക്കുന്നത്. നേരത്തെ നമുക്ക് മുൻപിലുണ്ട് പോളിടെക്നിക് ഹോസ്റ്റലിൽ നിന്ന് 2.5 കിലോ കഞ്ചാവ് പിടികൂടിയ സംഭവം നമുക്ക് മുൻപിലുണ്ട്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ കുസാറ്റിൽ നിന്നുള്ള വിദ്യാർത്ഥികളുടെ പക്കൽ നിന്ന് 10 ഗ്രാം MDMA പിടികൂടിയത്. 10 ഗ്രാം MDMA ആയതുകൊണ്ട് തന്നെ സ്വാഭാവികമായും വിപണനാടിസ്ഥാനത്തിന് വേണ്ടി എത്തിച്ചതായിരിക്കും എന്നാണ് പോലീസിന്റെ ഒരു നിഗമനം. അതുകൊണ്ട് കൂടുതൽ ആളുകൾക്ക്, ഇവരുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകളെയൊക്കെ ചോദ്യം ചെയ്യാനുള്ള തീരുമാനത്തിലാണുള്ളത്. നിലവിൽ കസ്റ്റഡിയിലെടുത്ത പ്രതികളെ കളമശ്ശേരി പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിച്ചിട്ടുണ്ട്. അവരെ വൈദ്യപരിശോധനയ്ക്ക് വേണ്ടി വിധേയമാക്കും. കുസാറ്റിൽ മൂന്നാം വർഷ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥികളാണ് ഈ പിടിയിലായ 2 പേരും. ഇവരുടെ സംഘത്തിൽ കൂടുതൽ ആളുകളുണ്ടോ, അല്ലെങ്കിൽ ഇവർ ഈ കുസാറ്റ് കേന്ദ്രീകരിച്ച് ഇത്തരം രാസലഹരി ഇടപാടുകൾ നടത്തുന്ന ആളുകളാണോ എന്ന സംശയത്തിലാണ് പോലീസ് ഉള്ളത്. വിശദമായ അന്വേഷണം ഇതുമായി ബന്ധപ്പെട്ടുണ്ടാകും. സുഹൈൽ, ശരി. വീട്ടിൽ നിന്ന് പഠിക്കാൻ വിട്ട 2 വിദ്യാർത്ഥികളാണ്, കുസാറ്റിലെ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥികളാണ്. നാട്ടിൽ ചെയ്യുന്ന ലഹരി കച്ചവടമാണ്. 10 ഗ്രാം MDMA വിൽപ്പനയ്ക്ക് തന്നെ എത്തിച്ചാണ് നിഗമനത്തിലാണ് പോലീസ് ഉള്ളത്. വിഷ്ണു സുരേഷാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.